ആ മുട്ട വില കൂടി. എത്ര കൂടി? ഇപ്പോൾ ഒരു 1.5 മാസത്തിന്റെ മുന്നേ 4.50 4.60 വില ആയിരുന്നു. ഇപ്പോൾ 6.40 വില ആയി. 1.5 മാസം കൊണ്ട് 2 രൂപ കൂടി. 2 രൂപ കൂടി. ഇത് ഹോൾസെയിൽ റേറ്റ് അല്ലേ? ഹോൾസെയിൽ റേറ്റ്. ഇതിപ്പോ ഇങ്ങനെ കൂടാൻ എന്തെങ്കിലും കാരണം? പ്രൊഡക്ഷൻ കുറഞ്ഞു. കാരണം ഈ ചൂട് കാരണം കോഴികൾ ഒരുപാട് ചത്ത്. പിന്നെ ഇപ്പോൾ സ്കൂൾ തുറന്നല്ലോ, അപ്പോൾ സാധനത്തിന് കുറച്ച് ഡിമാൻഡായി. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴാണ് വില കൂടാനുള്ള കാരണം. മീൻ കിട്ടാനില്ല, അപ്പോൾ മീൻ ഇല്ലാതായപ്പോൾ കോഴിമുട്ട കുറച്ച് ഡിമാൻഡായി. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? വില കൂടിയിട്ട് കച്ചവടം കുഴപ്പമില്ല, ഒരു ലെവലിൽ മാഷാള്ള അങ്ങനെ പോകുന്നുണ്ട്. സാധനത്തിന് കുറച്ച് ടൈറ്റ് ഉണ്ട് കോഴിമുട്ടക്ക്. അല്ല, ഇനിയും കൂടാൻ സാധ്യതയുണ്ടോ? ഇനി കൂടുകയെന്നുള്ളത് ഇപ്പോൾ സ്കൂൾ തുറന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ കോഴിമുട്ട അവിടെ ഫാമിൽ ഡിമാൻഡ് വരുമ്പോഴാണ് റേറ്റ് കൂടുന്നത്. സാധനം കിട്ടാതാവുമ്പോൾ ഇപ്പോൾ റേറ്റ് കൂടുമ്പോൾ ആളുകൾ കൈക്കൽ കുറയുമ്പോൾ അവിടെ സ്റ്റോക്ക് വരുമ്പോൾ വില കുറയും. അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും. ഇനി മേലോട്ട് പോകില്ല എന്നാണ് തോന്നുന്നത്. പറയാൻ പറ്റില്ല എന്താവുന്നുള്ളത്. തമിഴ്നാട് സാധനമാണല്ലോ, ഇവിടെ ഉൽപ്പാദനമില്ല. ഞാമക്കൽ, കോയമ്പത്തൂർ, പല്ലടം, ഇപ്പോൾ നമുക്ക് വരുന്ന വണ്ടി കോയമ്പത്തൂരിൽ നിന്നാണ്. നാടനും അതേമാതിരി ഇവിടെ ഉദ്മൽപ്പെട്ട നടത്തിലാണ് നാടൻ വരുന്നത്. നാടന് ഇപ്പോഴത്തെ റേറ്റിൽ 6.50 വില നാടന് വരുന്നുണ്ട്. ഇപ്പം എല്ലാ കാടമുട്ടക്കും കോഴിമുട്ടക്കൊക്കെ വില ഉണ്ട് ഇപ്പോൾ. ഏതായാലും നമ്മുടെ മുട്ടയ്ക്ക് 1.5 മാസം കൊണ്ട് 2 രൂപയുടെ വർധനവാണ്. ഇനി നമുക്കറിയേണ്ടത് ഹോട്ടലുകളിലും തട്ടുകടകളിലുമൊക്കെ മുട്ട വിഭവങ്ങളുടെ വില വർദ്ധിക്കുമോ എന്നാണ്. നമ്മളിതുവരെ കൂട്ടിയിട്ടില്ല. ഇപ്പോൾ ഓംപ്ലേറ്റിനൊക്കെ നമ്മൾ 30 വെച്ചിട്ട് തന്നെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഇപ്പോൾ പുഴുങ്ങിയ മുട്ടയൊക്കെ അധികം കടയിൽ വെക്കുന്നില്ല, വില കൂടിയത് കാരണം. പുഴുങ്ങിയ മുട്ട നമ്മളിപ്പോൾ ഒരു മുട്ട തന്നെ 7 രൂപ വില വരുന്നുണ്ട് നമുക്ക്. പിന്നെ അത് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് ഗ്യാസും ഇതൊക്കെ ചിലവാക്കി നമ്മൾ പുഴുങ്ങിയൊക്കെ എടുത്ത് നമ്മൾ 10 രൂപയ്ക്കൊക്കെ കൊടുത്തു വരുമ്പോഴത്തേക്കും നമുക്ക് മുതലാവുന്നില്ല. കച്ചവടമൊക്കെ എങ്ങനെ? കച്ചവടം അങ്ങനെ പോകുന്നത്. വില കൂട്ടേണ്ടി വരുമോ? വില എന്തായാലും ഓംപ്ലേറ്റിന് കൂട്ടേണ്ടി വരും. അത് 7 റുപ്യാണ് ഹോൾസെയിൽ റേറ്റ്. ഇപ്പോൾ നമ്മൾ 4 റുപ്യക്കാണ് ഡബിൾ കൊടുക്കുന്നത്. എന്തായാലും കൂട്ടേണ്ട സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. മുട്ട കിട്ടാനുമില്ല. അതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കുത്ത പറഞ്ഞത് മുട്ട പുഴുങ്ങുന്ന നിർത്തി. അത് ഈ വിലൻ്റെ 10 രൂപക്ക് നമുക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഗ്യാസിൻ്റെ റേറ്റ്, ഇത് വാടക എല്ലാം കൂടി ഇപ്പോൾ നമുക്കിത് മുതലായി വരണ്ടേ. ഇപ്പോൾ അസോസിയേഷനിലൊക്കെ സംസാരിച്ചോ? ഇല്ല, സംസാരിച്ചിട്ടില്ല. അതൊക്കെ ഇനിയിപ്പോൾ അവരൊന്ന് തീരുമാനിക്കണം. കാരണം ഒറ്റയടിക്ക് ഇപ്പോൾ നമുക്ക് അങ്ങനെ കൂട്ടാനും പറ്റില്ലല്ലോ. അടിമുടി വിലയാണ്, ഇനിയും ഉയർത്തേണ്ടി വരുമെന്നാണ് ഹോട്ടൽ വ്യാപാരികളും പറയുന്നത്. കോഴിക്കോട് നിന്ന് വ്യാസ്പി റാമിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.